ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് എടുക്കാൻ പോകുന്ന പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പരിശോധിക്കാം. ഇന്ന് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ എൽ ആൽഫ എ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ എൽ ആൽഫ എ ആൻഡ് ആൽഫ ബി. Anomalous behavior of water, legs and ponds freeze at top first. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന കണ്ടന്റ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എക്സ്പാൻഷൻ്റെ ഒരു ഫോർമുല നമുക്കറിയാം. എന്താണ്? ലീനിയർ എക്സ്പാൻഷന് ആൽഫ എൽ എന്നല്ലേ, ആൽഫ എൽ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ഇതാണ് എന്ത് ചെയ്യുക ലീനിയർ എക്സ്പാൻഷന്റെ ഫോർമുല. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏരിയൽ എക്സ്പാൻഷൻ ഫോർമുല ഉണ്ടോ? അതൊന്ന് എഴുതി നോക്കാമല്ലോ. അതെന്താ പറഞ്ഞത്? ആൽഫ എ ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് എന്ത് ചെയ്യുക ഏരിയൽ എക്സ്പാൻഷന്റെ ഫോർമുല. ക്ലിയർ ആണല്ലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. ഒരു ക്യൂബ്. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബാണെന്ന് വിചാരിക്കട്ടോ. ഒരു ക്യൂബ്. ഓക്കെ, നമുക്കൊന്നുകൂടി വരയ്ക്കാം. ഒരു ക്യൂബ് കൺസിഡർ ചെയ്യണേ. ഇതൊരു ക്യൂബാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ക്യൂബിലേക്ക് എന്ത് ചെയ്യുക ഹീറ്റ് കൊടുക്കുകയാണ് ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ 3 ടൈപ്പ് എക്സ്പാൻഷൻ ഇവിടെ പോസിബിൾ ആണല്ലോ. നമ്മൾ പറഞ്ഞിട്ടല്ലോ ഒരു തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സമയത്ത് 3 ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ എക്സ്പാൻഷൻ നമുക്ക് ഇവിടെ പോസിബിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണം എന്ത് ചെയ്യുക ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, രണ്ടാമത്താണ് ഏരിയൽ എക്സ്പാൻഷൻ. മൂന്നാമത്താണ് എന്ത് ചെയ്യുക വോളിയം എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? ലീനിയർ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഏരിയൽ എക്സ്പാൻഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇവിടെ കാണാം ഏരിയൽ എക്സ്പാൻഷനും ലീനിയർ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക ഇൻക്രീസ് ഇൻ ഏരിയ ആണ് അല്ലേ. എത്രത്തോളം ഏരിയ ചേഞ്ച് ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ക്യൂബ് എടുത്തു അല്ലേ. അപ്പോൾ ക്യൂബിലേക്ക് ഞാൻ എന്ത് ചെയ്യുക ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ എന്ത് ചെയ്യുക ഏരിയ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഏരിയ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഏരിയ ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പം ഏരിയ വലുതായി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഈ ഏരിയന്റെ ഇവിടെയുള്ള ഏരിയ കാണുമ്പോൾ ലെങ്ത് ഇത്രയാണ്. അപ്പൊ ചേഞ്ചിങ് ലെങ്ത് ആണ് എന്ത് ചെയ്യുക ഡെൽറ്റ എൽ എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ ലെങ്ത് ആദ്യം ക്യൂബിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക എക്സ്പാൻഷൻ സംഭവിച്ചതിന്റെ ലെങ്ത് എന്ത് ചെയ്യുക ഡെൽറ്റ എൽ ആയി. ഓക്കെ, അപ്പൊ എത്രത്തോളമാണ് ഏരിയ ചേഞ്ച് ചെയ്തത് അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഏരിയ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ലേ. ഇൻക്രീസ് ഇൻ ഏരിയ. ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം ആദ്യം എത്രത്തോളം, അതായത് ചേഞ്ച് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പം ഏരിയയിൽ നിന്നുണ്ട ഫൈനൽ ഉണ്ടായിരുന്ന ഏരിയ എത്രയാണോ അതിന് ഇനീഷ്യൽ ആയിട്ടുള്ള ഏരിയ മൈനസ് ചെയ്യാം അല്ലെ. അപ്പം ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ എടുക്കുന്ന ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതാ നമ്മൾ ഇങ്ങോട്ടേക്ക് ചെയ്താ. ഓക്കെ, ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ എൽ പ്ലസ് ഡെൽറ്റ എൽ. ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് എൽ, പിന്നെ ഉണ്ടായിരുന്ന ലെങ്ത് ഡെൽറ്റ എൽ. അപ്പൊ എൽ പ്ലസ് ഡെൽറ്റ എൽ എന്ത് ചെയ്യാം ഫൈനൽ ഏരിയ. അപ്പൊ ഫൈനൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാൻ പറ്റും എൽ പ്ലസ് ഡെൽറ്റ എൽ അല്ലേ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ചെയ്താ എൽ പ്ലസ് ഡെൽറ്റ എൽ അല്ലേ. അപ്പൊ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. നമുക്ക് ഇവിടെ അറിയാലോ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അത് രണ്ടും നീളം തന്നെയല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ എൽ സ്ക്വയറിന് എഴുതി കൂടെ. ക്ലിയർ ആണല്ലോ? അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് നമ്മൾ എന്ത് ചെയ്യാം ലെങ്ത് രണ്ടും നീളം തന്നെയാണ് അല്ലേ. ഒന്ന് നീളമാണോ ഒറ്റ വീതിയാണ്. അപ്പൊ നമുക്ക് ലെങ്ത്തിന്റെ സ്ക്വയറിന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫൈനൽ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത്തിന്റെ സ്ക്വയറിന് എഴുതാം അല്ലേ. ഓക്കെ, എൽ പ്ലസ് ഡെൽറ്റ എല്ലിന്റെ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ആയിട്ടുള്ള ഏരിയ എത്രയാണ് മൈനസ് ഇനീഷ്യൽ ഏരിയ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഇതാണ് മൈനസ് ഇനീഷ്യൽ ഏരിയ എന്ന് പറയുന്നത്
ഓക്കെ, ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ലെങ്ത് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം അല്ലേ. എക്സ്പാൻഡ് ചെയ്തെന്ന് കിട്ടുക എൽ പ്ലസ് ഡെൽറ്റ എൽ അല്ലേ. അതിന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡെൽറ്റ എൽ മൈനസ് എൽ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വെട്ടിപ്പോവാം. അപ്പോൾ അവിടെ വെട്ടിപ്പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഇവിടെ ഒരു എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എൽ സ്ക്വയർ ഉണ്ട് അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെൽറ്റ എൽ എന്നുള്ള ക്വാണ്ടിറ്റി ഇല്ലേ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് 2, ഇവിടെ എൽ സ്ക്വയർ ആണ് അല്ലേ, ഇവിടെ നമുക്കുള്ളത് എൽ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ക്വാണ്ടിറ്റി ആണ് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലെങ്ത് ഉണ്ടായ എക്സ്പാൻഷൻ അല്ലേ. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആ ചേഞ്ച് ആണ് ഡെൽറ്റ എൽ, അത് വളരെ വളരെ ചെറുതാണ്. അപ്പൊ ഈ ഡെൽറ്റ എല്ലിന്റെ സ്കോർ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വളരെ വളരെ വീണ്ടും ചെറുതാവും. അതായത് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്. അപ്പൊ ഡെൽറ്റ എൽ സ്കോർ എടുത്തു കഴിഞ്ഞാൽ വെരി 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 സ്മോൾ ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, നമുക്ക് അടുത്ത പേര് ചെയ്താം. ഓക്കെ, ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി ഉള്ള ക്വാണ്ടിറ്റി നമുക്ക് ചെയ്താം 2l ഇൻറ്റു ഡെൽറ്റ എൽ. ഇതല്ല ബാക്കിയുള്ള ക്വാണ്ടിറ്റി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ചിങ് നമുക്ക് ഇവിടെ കിട്ടിയ ഏരിയ അല്ലേ, അതായത് ഇൻക്രീസ് ഇൻ ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഡെൽറ്റ ഇസ് 2l ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ എങ്ങനെ എഴുതാൻ പറ്റുമോ, ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ 2 എഴുതിയത്. ഓക്കെ, ഈ ഡെൽറ്റ എന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 2l ഡെൽറ്റ നമ്മൾ കൊടുത്തു നോക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ് നേരത്തെ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ കിട്ടിയ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്യുക, 2 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക, ആൽഫ എ ഈക്വൽ ടു ഡെൽറ്റ എൽ സ്ഥലത്ത് 2l ഡെൽറ്റ എൽ, 2l ഡെൽറ്റ എൽ ഡിവൈഡർ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അത് എൽ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ലെങ്ത്തിന്റെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ വെട്ടിപ്പോയുള്ള ക്വാണ്ടിറ്റി എന്താ, വെട്ടിപ്പോവാം. ഇവിടെ വെട്ടിപ്പോവാണ്ടായിരുന്നത് ഇപ്പം ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എൽ സ്ക്വയർ ഉണ്ട് അല്ലേ. ഇപ്പം ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി എന്ന് പറയുമ്പോൾ ആൽഫ എ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഇസ് 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി, ഈ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടീനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊരു പേരുണ്ടല്ലോ, എന്താ പറഞ്ഞത്, ആൽഫ എൽ. ക്ലിയർ ആണല്ലോ, ആൽഫ എൽ. അത് നമ്മളവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയും, അത് നമ്മൾ പറയുന്ന പേരാണ് ആൽഫ എൽ എന്ന് പറയും. എന്താണ് ആൽഫ എൽ, ഒന്നുകൂടി ഇതാ, ആൽഫ എൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമല്ലോ, ആൽഫ എ ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ എൽ. ക്ലിയർ ആണല്ലോ. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ഏരിയൽ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടില്ല അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു റിലേഷൻഷിപ്പ് കണ്ടൂടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ ബി ആൻഡ് ആൽഫ എൽ. ക്ലിയർ ആണല്ലോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ ബി ആൻഡ് ആൽഫ എൽ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്തത് അല്ലേ. ആ ക്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കൊടുത്തു. അപ്പൊ നേരത്തെ എന്ത് സംഭവിച്ചു, ഏരിയ എക്സ്പാൻഡ് ചെയ്യും അല്ലേ. അതായത് ഏരിയ എക്സ്പാൻഡ് ചെയ്യണ മാറ്റം നമ്മൾ എന്ത് ചെയ്യാം, വോളിയം എക്സ്പാൻഡ് ചെയ്യില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വോളിയം എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, നേരത്തെ ഇവിടെ ഡെൽറ്റ എൽ ആണ്, ഇവിടെ എന്ത് ചെയ്യാം, ഡെൽറ്റ എൽ ആയി മാറി. ക്ലിയർ ആണല്ലോ. ലെങ്ത്തും ചേഞ്ച് ചെയ്തു. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, ഏരിയ പറയുമ്പോൾ ലെങ്ത്തിന്റെ ബ്രെഡ്ത്താണ്. അപ്പം വോളിയം എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എൽ ക്യൂബ് എന്ന് എഴുതിക്കൂടെ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻക്രീസ് ഇൻ വോളിയം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ വോളിയം, അതായത് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടപ്പോൾ എത്രത്തോളമാണ് വോളിയത്തിൽ ഇത്ര ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇൻക്രീസ് ഇൻ വോളിയം, അപ്പം വോളിയത്തിൽ ഉണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എത്ര വോളിയം, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഓക്കെ, അപ്പൊ ഫൈനൽ എന്ന് പറയുമ്പോൾ എത്ര, അവിടെ ആദ്യം അല്ലേ ഇനി, പിന്നെ എന്ത് ചെയ്യാ, ഡെൽറ്റ അല്ല ഇല്ലേ.
ഓക്കെ, അപ്പൊ എൽ പ്ലസ് ഡെൽറ്റ എൽ എന്ത് ചെയ്യാം ഫൈനലായിട്ട് കിട്ടുന്ന വോളിയം. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് നമുക്ക് എന്താ എഴുതാൻ പറ്റും? എൽ ക്യൂബിന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് ഇവിടേക്ക് എഴുതാം എൽ പ്ലസ് ഡെൽറ്റ എല്ലിന് എക്സ്പാൻഡ് ചെയ്യാം എ പ്ലസ് ബി ഹോൾ ക്യൂബ് അല്ലേ. അതിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക എ ക്യൂബ് പ്ലസ് 3 a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബി ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക എക്സ്പാൻഷൻ ചെയ്ത് കിട്ടുക. അപ്പം എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ആ രീതിയിൽ എന്ത് ചെയ്യുക നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക വെട്ടിപ്പോള ക്വാണ്ടിറ്റി വെട്ടിപ്പോവുക. എൽ ക്യൂബും വെട്ടിപ്പോയി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് അതായത് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ, അത് ഡെൽറ്റ എൽ പറഞ്ഞാൽ സ്മോൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആണ്. അങ്ങനെ ഡെൽറ്റ എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ വെരി വെരി സ്മോൾ ആയിരിക്കും, വളരെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗ്ലക്ട് ചെയ്തൂടെ, ചെറിയ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആണ്? അപ്പൊ ഡെൽറ്റ എൽ ക്യൂബ് എന്ത് ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതിനാണ്ടി ഡെൽറ്റ എൽ സ്ക്വയറിനാണ് ചെറുതാണ് ഡെൽറ്റ എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ രണ്ട് ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യാം നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്താ ഉണ്ടാവുക? നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 3 = 3l സ്ക്വയർ ഡെൽറ്റ ബി. ക്ലിയർ ആണല്ലോ? 3l സ്ക്വയർ ഡെൽറ്റ എൽ കേട്ടോ, സോറി ഡെൽറ്റ 3l സ്ക്വയർ ഡെൽറ്റ എൽ. ക്ലിയർ ആണല്ലോ? അപ്പം ഇവിടെ നമുക്ക് ഇവിടെ മാറിപ്പോയതാണ്. അപ്പം 3l സ്ക്വയർ ഡെൽറ്റ എൽ. ഓക്കെ, 3l സ്ക്വയർ ഡെൽറ്റ എൽ. അപ്പൊ ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ നമുക്കുള്ളൂ അല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇൻക്രീസ് ഇൻ വോളിയം ആണ് അല്ലേ. അപ്പൊ വോളിയത്തിലാണ് ചേഞ്ച് ചെയ്യുന്നത് ഡെൽറ്റ വി ആണ് അല്ലേ, 3l സ്ക്വയർ ഡെൽറ്റ എൽ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വോളിയം എക്സ്പാൻഷന്റെ ഇക്വേഷൻ അറിയാലോ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അതിന് പറയുന്നതാണ് എന്ത് ചെയ്യാം ആൽഫ വി = ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് ഇക്വേഷൻ നമ്പർ. നമ്മൾ ഇപ്പൊ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ കിട്ടിയ ഡെൽറ്റ വി എന്ത് ചെയ്യുക അതിലേക്ക് കൊടുത്തു നോക്കാം. അപ്പൊ നേരത്തെ കിട്ടിയ ഡെൽറ്റ വി എന്തായിരുന്നു അവിടേക്ക് ഒന്നുകൂടി ചെയ്താൽ 3l സ്ക്വയർ ഡെൽറ്റ എൽ. ഡെൽറ്റ വി പറഞ്ഞാൽ 3l സ്ക്വയർ ഡെൽറ്റ എൽ. അപ്പൊ നമ്മൾ ഇതിലേക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 5. അപ്പൊ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക ആൽഫ വി = എഴുതണേ ഡെൽറ്റ വി സ്ഥാനത്ത് 3l സ്ക്വയർ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ വി ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ? ഈ വെട്ടിപ്പോള ക്വാണ്ടിറ്റി നമ്മൾ വെട്ടിപ്പോകാൻ പറ്റും. ഓക്കെ, വി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ എഴുതി കൂടെ 3l സ്ക്വയർ ഡെൽറ്റ എൽ. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം എൽ ക്യൂബിന് എഴുതി കൂടെ എൽ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ടി. പോയി കഴിഞ്ഞാൽ എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ എൽ ക്യൂബ് ഉണ്ട്, ബാക്കി എന്താ ഉണ്ടാവുക? അപ്പം എൽ ക്യൂബിൽ വെട്ടി കഴിഞ്ഞാൽ ബാക്കി എൽ ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ആൽഫ വി = 3 ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടിനെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ ഇപ്പം കിട്ടിയ ഒരു ക്വാണ്ടിറ്റി, ഈ ഒരു ക്വാണ്ടിറ്റിനെ പറയുന്ന പേരാണ് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആൽഫ എൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ വി = 3 ആൽഫ എൽ. ക്ലിയർ ആണല്ലോ? ആൽഫ ബി = 3 ആൽഫ എൽ. അപ്പൊ ഈ മൂന്ന് അപ്പൊ നമ്മൾ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ വെച്ച് ആൽഫ എല്ലും ആൽഫ വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ തെളിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ എൽ, ആൽഫ എ ആൻഡ് ആൽഫ ബി എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പം ആൽഫ എൽ = ആൽഫ എ ആൽഫ വി = അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതിക്കൂടെ 1:2:3. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 1:2:3 നമുക്ക് എന്ത് ചെയ്യാം റിലേഷൻഷിപ്പിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത പാർട്ടിക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, വാട്ടറിന്റെ അസ്വാഭാവികമായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ വാട്ടറിന് മാത്രം ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാൻ പോകുന്നത്. സപ്പോസ് ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട് വെച്ചോ, ഒരു ബീക്കർ ഉണ്ട്. അപ്പോൾ ഈ ബീക്കറിൽ എന്ത് ചെയ്യുക, വെള്ളം ഉണ്ട് വെച്ചോ, വെള്ളം ഉണ്ട്. അപ്പൊ നമ്മളിത് ചൂടാക്കാൻ പോവാണ്. ചൂടാക്കുമ്പോൾ നമുക്കറിയാം ഒരു വാട്ടറിന്റെ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ വെള്ളം ആദ്യം ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിന്റെ വോളിയം എന്ത് ചെയ്യുക, 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ എത്തുന്ന സമയത്ത് അതിന്റെ വോളിയം എന്ത് ചെയ്യുക, ആദ്യം കുറയും. ആ വോളിയം കുറയും. ഈ ഒരു പ്രോപ്പർട്ടിനാണ് എന്ത് പറയുക, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയാം. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ചൂടാക്കൂലേ, വെള്ളം ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ചൂടാക്കാൻ തുടങ്ങുക. അത് നമ്മൾ സാധാ വാട്ടർ. അപ്പൊ ചൂട് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടും. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുക, ഈ വാട്ടറിന്റെ വോളിയം എന്ത് ചെയ്യുക, ചുരുങ്ങാണ് ചെയ്യുക. ചുരുങ്ങാണ് ചെയ്യുക. ഈ 4 ഡിഗ്രിക്ക് ശേഷം വാട്ടറിന്റെ വോളിയം എന്ത് ചെയ്യുക, കൂടുകയാണ് ചെയ്യുന്നത്. അതായത് വാട്ടറിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ കാര്യം എന്താണ് നമുക്കൊന്ന് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഓക്കെ, ജനറലി വോളിയം ഓഫ് എ ലിക്വിഡ് ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ആ ടെമ്പറേച്ചർ അനുസരിച്ച് വോളിയം കൂടും, ജനറലി അങ്ങനെ കൂടുകയാണ് ചെയ്യുക. പക്ഷെ വാട്ടറിന് മാത്രം ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് അല്ലെ. എല്ലാ ലിക്വിഡും അങ്ങനെയാണെങ്കിലും വാട്ടറിന് മാത്രമുള്ള പ്രത്യേകത എങ്ങനെയാണ്, 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വെള്ളം ചൂടാക്കുമ്പോൾ ചൂടാക്കുന്ന സമയത്ത് അതിന്റെ വോളിയം, വാട്ടറിന്റെ വോളിയം ആദ്യം കുറയും. ക്ലിയർ ആണല്ലോ. ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ് ദ വോളിയം ഈസ് ഗ്രാജുവലി ഇൻക്രീസസ്. കൂടി വരികയാണ് ചെയ്യുക. ഓക്കെ, വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ഇറ്റ്സ് വോളിയം സ്റ്റാർട്ട് ടു ഡിക്രീസ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു റീച്ചസ് ദ മിനിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് 0 ഡിഗ്രി സെൽഷ്യസ് വരെ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന്റെ വോളിയം കുറഞ്ഞു വരികയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. അതാണ് വാട്ടറിന്റെ അസ്വാഭാവിക സ്വഭാവം. ഈ 4 ഡിഗ്രിക്ക് ശേഷം ഇതിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഹെൻസ് ഓക്കെ, അപ്പം അതായത് ഇത് നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഇവിടെ ഇതാ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയാണ് അല്ലേ. മാസ് ബൈ വോളിയാണ്. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുകയാണെന്ന് വെച്ചോ, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അവിടെ ഉണ്ടാവുന്ന വോളിയം കൂടും, അപ്പൊ ഉണ്ടാവുന്ന ഡെൻസിറ്റി എന്താവും, കുറയും. ക്ലിയർ ആണല്ലോ. ഡെൻസിറ്റി കുറയും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുക. അപ്പൊ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, 0 ഡിഗ്രി സെൽഷ്യസ് 4 ഡിഗ്രി സെൽഷ്യസിലാവും. അപ്പൊ ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അതനുസരിച്ച് എന്ത് ചെയ്യുക, അതിന്റെ വോളിയം കൂടും അല്ലെ. വോളിയം കൂടുകയാണ് ശരി ചെയ്യുക. അപ്പൊ അതിന്റെ ഡെൻസിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ, പക്ഷെ വാട്ടർ മാത്രമുള്ള പ്രത്യേകത എന്താ, ടെമ്പറേച്ചർ കൂടുമ്പോൾ 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, വോളിയം നമ്മൾ എന്ത് ചെയ്യുക, കുറയാണ് ചെയ്യുക. ഇപ്പൊ നോർമൽ എല്ലാ ലിക്വിഡിന്റെ കേസിലും ഇങ്ങനെയാണ് ഉള്ളത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും അല്ലെ. നോർമൽ എല്ലാ ലിക്വിഡിലും ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യുക, ഡെൻസിറ്റി കുറയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അതായത് ടെമ്പറേച്ചർ കൂടുകയാണ്, അപ്പം വോളിയം കൂടിയാൽ ഡെൻസിറ്റിന്റെ വാല്യൂ കുറഞ്ഞു. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ വെള്ളത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുക, അതിന്റെ വോളിയം എന്ത് ചെയ്യുക, കുറയാണ് ചെയ്യുക. വോളിയം കുറയും. പിന്നെ എന്ത് ചെയ്യുക, വെള്ളം വോളിയം കൂടുകയാണ് ചെയ്യുക. ആഫ്റ്റർ 4 ഡിഗ്രി വോളിയം കൂടും. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. ഹെൻസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം ഡെൻസിറ്റി ഓഫ് മാക്സിമം എത്ര, 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഡെൻസിറ്റി ഓഫ് വാട്ടർ മാക്സിമം ആവുന്നത്. ദിസ് അബ്നോർമൽ പ്രോപ്പർട്ടി ഈസ് വാട്ടർ ഓഫ് നോൺ ആസ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ക്ലിയർ ആണല്ലോ. ഇതിനാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് വാട്ടർ വിൽ അറ്റൈൻ മിനിമം വോളിയം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന് എന്ത് ചെയ്യുക, മിനിമം വോളിയം ഉണ്ടാവുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ക്ലിയർ ആണല്ലോ. അത് മിനിമം വോളിയം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് ഇവിടെ ഇപ്പം ഒന്നുകൂടി മനസ്സിലായെങ്കിൽ ഒന്നുകൂടി പറയാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലെ. ഇപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ, മാസ് ബൈ വോളിയം ആണ് അല്ലെ. ഓക്കെ, ആ ഡെൻസിറ്റി അതിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഇപ്പൊ ഡെൻസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിചാരിച്ചത്, വെയിറ്റ് കൂടുക എന്ന് വിചാരിച്ചാൽ വെയിറ്റ് കൂടുക എന്ന് വെക്കുക സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ഡേറ്റ് ആ പാർട്ടിക്കിൾസ് എണ്ണം കൂടുകയാണ്. വെയിറ്റ് കൂടുക, അതുപോലെ തന്നെ പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡെൻസിറ്റി കൂടുമ്പോൾ അതായത് വോളിയം അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, അതുപോലെ ഡെൻസിറ്റി കുറയാണ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ വെള്ളത്തിന്റെ കേസിൽ മാത്രം നേരെ തിരിച്ചാണ്. എന്താ പറയുക, ഡെൻസിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വോളിയം 0 to 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും.
വോളിയം കുറയും. പിന്നെയാണ് എന്ത് ചെയ്യുക 4 ഡിഗ്രി സെൽഷ്യസിന് എന്ത് ചെയ്യുക ഡെൻസിറ്റി കൂടുക. ഓക്കെ, അത് വോളിയം കൂടുക. അപ്പൊ എന്ത് ചെയ്യുക വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യുക ഡെൻസിറ്റി കുറയും. ഓക്കെ, അപ്പോൾ അനോമൽസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ ഈ കാര്യങ്ങളാണ് ഇവിടെ ഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട് അല്ലേ. ഈ ഗ്രാഫിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ടെമ്പറേച്ചർ ആണ്, അതായത് എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഇവിടെ വോളിയമാണ്, ഒരു ലിക്വിഡിന്റെ വോളിയമാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ, ആ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോഴും ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം എപ്പോഴും ഈ വാട്ടറിന്റെ മിനിമം ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, മാക്സിമം ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുകയാണ്. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെ 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ ആണല്ലോ. ഈ 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന വരെ എന്ത് ചെയ്യുക വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടിയാലും എന്ത് ചെയ്യുക വാട്ടറിന്റെ വോളിയം ഇവിടെ ഇങ്ങനെ കുറയാണ് ചെയ്തത്. ഈ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടറിന്റെ വോളിയം കുറയാണ് ചെയ്തത്. ക്ലിയർ ആണല്ലോ, അതാണ് എന്ത് ചെയ്യുക പറഞ്ഞത്. വോളിയം അതുപോലെ ടെമ്പറേച്ചർ നമ്മൾ ഗ്രാഫ് എടുക്കുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അല്ലെ, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടറിന്റെ വോളിയം കുറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ് അതിനുശേഷം വോളിയം എന്ത് ചെയ്യുക കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ വോളിയം 4 ഡിഗ്രിക്ക് ശേഷം വോളിയം എന്ത് ചെയ്യുക പതുക്കെ റേസ് ആയിട്ട് മുകളിലോട്ട് പൊന്താണ്. ക്ലിയർ ആണല്ലോ, ഇതാണ് ശരിക്കും ഈ അനോമലസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടറിന്റെ ഗ്രാഫ് എന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഈ ഗ്രാഫ് തന്നിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പൊ അനോമലസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പം വെള്ളത്തിന്റെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എല്ലാ ലിക്വിഡിനും അപേക്ഷിച്ച് വാട്ടർ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം അടുത്തേക്ക് പോകാം. ഓക്കെ, ഈ ലേക്സ് ആൻഡ് പോണ്ട്സ് ഫ്രീസ് അറ്റ് ദ ടോപ്പ് ഫസ്റ്റ് അല്ലേ. എന്തുകൊണ്ടാണ് ഈ തടാകങ്ങളിലേക്ക് എന്ത് ചെയ്യുക ഈ ടോപ്പിൽ ഫസ്റ്റ് തന്നെ ഫ്രീസ് ചെയ്യാനുള്ള കാരണം? ഈ തടാകങ്ങളിലെ ലേക്കിലെ ടോപ്പിലെ ലെയർ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ മഞ്ഞ് മൂടി കിടക്കുന്ന തടാകമല്ലേ, ഒരു തടാകമാണ് വെച്ചോ അല്ലെങ്കിൽ ഒരു കടൽ. ഈ കടലിലൊക്കെ കഴിഞ്ഞാൽ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ കടലിന്റെ മുകളിൽ ഒക്കെ ഐസ് ആയിരിക്കും അല്ലേ. ക്ലിയർ ആണല്ലോ. ഇപ്പോ ഈ ഐസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക ഈ വെള്ളത്തിന് മുകളിൽ ഉണ്ടാവണമല്ലോ. ഓക്കെ, ഈ വെള്ളത്തിന് മുകളിൽ ഐസ് ആദ്യം നമുക്ക് ഉണ്ടാവുന്ന ഐസ് ഉണ്ടാവും. ഈ ഐസാണ് എന്ത് ചെയ്യുക ആദ്യം തണുക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഈ പോണ്ടിന്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ലേക്കിന്റെ അല്ലെങ്കിൽ സീന്റെ ഒക്കെ മേലെ എന്ത് ചെയ്യുക ആദ്യം നമുക്ക് മുകൾ ഭാഗത്താണ് എന്ത് ചെയ്യുക ഈ മഞ്ഞുണ്ടാവുക, മഞ്ഞിന്റെ കട്ട ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അങ്ങനെ ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഫ്രീസ് ആവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ഇപ്പം പറഞ്ഞ സീന്റെ മേലൊക്കെ ഇങ്ങനെ ഈ മഞ്ഞ് കട്ട ഉണ്ടാവുക. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം നോക്കണം നമ്മൾ എന്ത് ചെയ്യുക പറയാൻ പോകുന്നത്. അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ള കാരണം അല്ലെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്നാണ്. വെള്ളത്തിന്റെ അസ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസമാണ് അതിന് കാരണം, സ്വഭാവമാണ് അതിന് കാരണം. അപ്പൊ അതിന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ആൻസർ എന്താണ്? ഡ്യൂ ടു അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ അനോമലസ് ബിഹേവിയർ ആണ് ഇതിന്റെ ഉള്ള കാരണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ആദ്യം അതിനോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ സപ്പോസ് ഇപ്പോൾ ഇവിടെ മഞ്ഞിന്റെ ഇത് വെള്ളമാണ് വെച്ചോ, ഒരു തടാകമാണ് വെച്ചോ. അപ്പൊ ഒരു തടാകം എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ വെള്ളം ഉണ്ടാവുമല്ലോ, വെള്ളം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ഇവിടെയൊക്കെ താഴോട്ടൊക്കെ എന്ത് ചെയ്യാം വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ. 5 വിചാരിക്കാം. നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 4 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. 4 ഡിഗ്രി സെൽഷ്യസ് അപ്പൊ തണുപ്പുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ മുകളിലുള്ള ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഉള്ളിലുള്ള ടെമ്പറേച്ചർ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെയറിന്റെ അവിടെ, അതായത് ഇപ്പൊ ഈ വെള്ളത്തിനായിട്ട് കോണ്ടാക്ട് ഉള്ള ഈ ലെയർ ഇല്ലേ, അതായത് എയറിന്റെ ലെയർ, അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാം 4 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ, 4 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി ഇപ്പോൾ നേരത്തെ പറയാണ്. ഇപ്പം ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയാണ് ചെയ്യുക. വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി റോ എന്ത് ചെയ്യുക കൂടുകയാണ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് ഈ ബോക്സ് ഇടുന്നത് കേട്ടോ. ഈ കാര്യങ്ങൾ ബോക്സ് ഇടുക.
ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം എന്ത് ചെയ്യുക, കുറയും. വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡെൻസിറ്റി എന്ത് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. ഈ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുക, പറയണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ 5 ഡിഗ്രി സെൽഷ്യസിലാണോ 4 ഡിഗ്രി സെൽഷ്യസിലാണോ എന്ത് ചെയ്യുക ഇവിടെ ടെമ്പറേച്ചർ കുറവ് ഏതാ, 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ ടെമ്പറേച്ചർ കുറവ് അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസിനാണ് ഇവിടെ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കുറവ് അല്ലേ, ക്ലിയർ അല്ലേ. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞത്. അപ്പൊ ചെറിയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്കറിയാം ഈ ലെയറിന്റെ സർഫസിൽ നമ്മൾ 4 ഡിഗ്രി സെൽഷ്യസ് ആവുക അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ ഇവിടെ ഡെൻസിറ്റി, അതായത് ടെമ്പറേച്ചർ കുറവാണ്, 4 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ കുറവ്. അപ്പൊ എന്ത് ചെയ്യുക, വോളിയം കൂടുതൽ, അപ്പോഴാണ് മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം സാന്ദ്രത ഉണ്ടാവും. സാന്ദ്രത ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, മാക്സിമം വെയിറ്റ് അവിടെ ഉണ്ടാവും. മുകളിൽ നല്ല വെയിറ്റ് വരും. നല്ല വെയിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുക, ആ ലെയർ എന്ത് ചെയ്യുക, താഴോട്ട് വരും. ആ ലെയർ വെള്ളത്തിന് താഴോട്ട് വരും. അപ്പൊ നമ്മൾ ഇതിന്റെ ഡയഗ്രം ഒന്നും കൂടി വരയ്ക്കാം. അപ്പൊ ഇത് എങ്ങനെ ഡയഗ്രം എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയല്ലേ വെള്ളത്തിന്റെ ലെയർ പറയുമ്പോൾ ഈ മുകളിലുള്ള 4 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുക, താഴോട്ട് വരും. അപ്പൊ ഇവിടെ എന്താവും, 4 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ എന്ത് ചെയ്യുക, മുകളിലോട്ട് പോകും. ക്ലിയർ ആണല്ലോ. അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ മുകളിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓക്കെ, അങ്ങനെ ഈ പ്രോസസ്സിന് കണ്ടിന്യൂസ് ആയിട്ട് നടക്കൂലേ. അവിടെ മുകളിലുള്ള വാട്ടറിന് 4 ഡിഗ്രി സെൽഷ്യസോ പിന്നെ അതിന് കണ്ടിന്യൂസ് ആയി നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ വീണ്ടും എന്ത് ചെയ്യുക, കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഇതേമാതിരി കേസിൽ എന്ത് ചെയ്യാം, നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ 3 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ സപ്പോസ് 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എന്ന് വിചാരിക്കാം. ഇതേമാതിരി 3 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം എങ്ങനെ പറയാൻ പറ്റുക, ടെമ്പറേച്ചർ കുറയുമ്പോൾ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. ഒരു മിനിറ്റ്, നേരത്തെ പറഞ്ഞ വ്യത്യാസമുണ്ട്, മാറിപ്പോയതാണ്, സൈൻ മാറിപ്പോയതാണ്. ഓക്കെ, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം എന്ത് ചെയ്യുക, കുറയും. വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യുക, ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഈ 3 ഡിഗ്രി സെൽഷ്യസ് ആണോ 4 ഡിഗ്രി സെൽഷ്യസ് ആണോ ഏതിനാണ് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കൂടുതൽ എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയാം. ക്ലിയർ ആണ്. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കൂടുതൽ, 3 ഡിഗ്രി സെൽഷ്യസിനാണ് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കുറവ്. ഈ 3 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ 3 ഡിഗ്രി കുറവല്ല. ഈ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന വോളിയം കുറയും. വോളിയം കുറഞ്ഞ ഡെൻസിറ്റി കൂടും. അങ്ങനെയല്ലേ ശരിക്കും വരേണ്ടത്, അങ്ങനെയാണ് വരേണ്ടത്. ഇപ്പൊ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുക, അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ വെള്ളത്തിനായിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം മൂലം ഈ വെള്ളത്തിന് എന്ത് ചെയ്യുക, മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലാണ്. എന്താണ്, വാട്ടർ എന്ത് ചെയ്യുക, വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിനാണ് വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുക. അതായത് മാക്സിമം വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി സാന്ദ്രത കൂടുതൽ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ എപ്പോഴായിരിക്കും ഉണ്ടാവുക, 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോണ്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ സീന്റെ അടിയിൽ എന്ന് പറയുമ്പോൾ മാക്സിമം അവിടെ ഡെൻസിറ്റി ആയിരിക്കും. അത് വെയിറ്റ് കൂടിയ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഹയർ ആയിരിക്കും. അപ്പൊ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളമാണ് ഇവിടെ ഡെൻസിറ്റി കൂടുതൽ. മുകളിലുള്ള വെള്ളത്തിന് എന്തായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. ഇവിടെ ലോ ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, ലോ ഡെൻസിറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യം അല്ലേ, എപ്പോഴും എന്ത് ചെയ്യുക, സാന്ദ്രത കൂടിയത്, അതായത് വെള്ളത്തിന് വെയിറ്റ് കൂടിയത് എന്ത് ചെയ്യുക, വെള്ളത്തിനടിയിലുണ്ടാവുക. വെയിറ്റ് കുറഞ്ഞ എന്ത് ചെയ്യുക, വെള്ളത്തിന് മുകളിൽ തന്നെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ 3 ഡിഗ്രി സെൽഷ്യസും ഈ 4 ഡിഗ്രി സെൽഷ്യസും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പറയാൻ പറ്റില്ലോ, ഈ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ വെയിറ്റ് കുറവില്ലേ. അപ്പൊ വെയിറ്റ് കുറഞ്ഞ ബോഡി എന്ത് ചെയ്യുക, വെള്ളത്തിന് മേലെ തന്നെ നിൽക്കുമല്ലോ. ക്ലിയർ ആണല്ലോ. ആ 3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യുക, മുകളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അതിന് താഴോട്ട് എന്ത് ചെയ്യുക, വരാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ. അങ്ങനെ ഈ 3 ഡിഗ്രി അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വീണ്ടും കുറയാന്ന് വെച്ചോ. ഇപ്പം കുറഞ്ഞിട്ട് സപ്പോസ് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊന്നുകൂടി പറയാം. അപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിന്.
അത് കുറഞ്ഞിട്ട് എന്ത് ചെയ്യുക 2 ഡിഗ്രി സെൽഷ്യസ് ആവും. അതുപോലെ തന്നെ 1 ഡിഗ്രി സെൽഷ്യസ് ആവും. ക്ലിയർ ആണല്ലോ. ഇനി എന്താ പറയുന്നത്, അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആവും നോക്കിയാൽ ഇനി എന്ത് ചെയ്യുക 0 ഡിഗ്രി സെൽഷ്യസ് ആവും അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ഒന്നും കൂടി വരയ്ക്കാം ഒരു ഓക്കെ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക 4 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഓക്കെ. ഇവിടെ എന്ന് പറയുന്നത് എന്താവും 0 ഡിഗ്രി സെൽഷ്യസ് ആവും. 0 ഡിഗ്രി സെൽഷ്യസ് ആവും. അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റും ഒരു വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് 0 ഡിഗ്രി പറഞ്ഞാല് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് എന്ത് ചെയ്യുക 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുക 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ എന്ത് ചെയ്യുക ഡെൻസിറ്റി കൂടുതൽ. ഡെൻസിറ്റി കൂടുതൽ എപ്പോഴും എന്ത് ചെയ്യുക 4 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. 0 ഡിഗ്രി സെൽഷ്യസ് എന്താ ഡെൻസിറ്റി ഇപ്പോഴും എന്താ കുറവാനായിരിക്കും. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞത് എന്ത് ചെയ്യുക വെള്ളത്തിന്റെ മുകളിൽ പൊന്തി നിൽക്കും. അതായത് ഭാരം കുറവുള്ള വസ്തുക്കൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കല്ലോ, ഭാരം കൂടിയത് എന്ത് ചെയ്യുക വെള്ളത്തിനടിയിൽ താഴ്ന്നിക്കായിരിക്കും ചെയ്യാം. അപ്പോഴും എന്ത് ചെയ്യുക ആ മുകളിലുള്ള ഐസ് 0 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക ലോ ഡെൻസിറ്റി ഉണ്ടാവും. ആ ലോ ഡെൻസിറ്റി ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അവിടെ ഒരു ഐസ് വാട്ടർ എന്ത് ചെയ്യുമല്ല ഐസായിട്ട് മാറാൻ തുടങ്ങും. ക്ലിയർ ആണോ. ആ ഒരു പോയിന്റ് ആണ് എന്ത് ചെയ്യുക 0 ഡിഗ്രി ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയും. അപ്പൊ എന്ത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ഇത് പോണ്ട് ഇത് പോണ്ട് ഇത് ഇവിടെ വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഇതിന് മേലെ മെല്ലെ മെല്ലെ ഇതിന് മേലെ മെല്ലെ 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 ഐസ് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങും അല്ലേ. ഐസ് ഇങ്ങനെ മല പോലെ വരാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ 4 ഡിഗ്രി സെൽഷ്യസ് ഈ കുറച്ച് ഡിഗ്രി ശേഷം എന്ത് ചെയ്യുക വെള്ളത്തിന്റെ അടിയിലേക്ക് കുറച്ച് ഇങ്ങനെ വരാൻ തുടങ്ങുള്ളൂ. ഇങ്ങനെ ഐസ് ഉണ്ടാവാൻ തുടങ്ങുള്ളൂ. ഇവിടെ എന്താണ് ഐസ് ഉണ്ടാവാൻ തുടങ്ങുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഐസ് ഫോം ചെയ്യാൻ തുടങ്ങുള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക അങ്ങനെയാണ് അതാണ് പറയുക ഈ ടോപ്പ് ലെയർ ആണ് ആദ്യം നമ്മൾ എന്ത് ഫ്രീസ് ആവുന്നത് നമ്മൾ പറഞ്ഞല്ലേ. ഈ ലാൻഡിനും ലേക്കും അല്ലെങ്കിൽ സീയിലൊക്കെ എന്ത് ചെയ്യുക തണുപ്പ് രാജ്യങ്ങളിൽ അങ്ങനെയാണ് ആദ്യം എന്ത് ചെയ്യുക ആദ്യം മുകളിൽ ഐസ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയാം അനോമൽ സീറോ വാട്ടർ വെള്ളത്തിന്റെ അസ്വാഭാവികമായിട്ടുള്ള സ്വഭാവം മൂലമാണ് എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി പറയാം. ഓക്കെ. അപ്പം ഓക്കെ. അപ്പോൾ ഫ്രീസ് എത്തി ഫസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊന്ന് പറയാം. ഓക്കെ. വെൻ ദ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ദ ടോപ്പ് ലെയർ ഓഫ് ദ വാട്ടർ ഇൻ ദ പോണ്ട് കോൺട്രാക്ട് ബിക്കം ഡെൻസർ ആൻഡ് സിങ്ക് ടു ദ ബോട്ടം. ഓക്കെ. അപ്പോൾ ഡെൻസിറ്റി കൂടിയത് മുകളിലുണ്ടാവും, ഡെൻസിറ്റി കുറഞ്ഞ എന്ത് ചെയ്യുക ഡെൻസിറ്റി കൂടിയ എന്ത് ചെയ്യുക താഴെ ഉണ്ടാവും അല്ലെ, ഡെൻസിറ്റി കുറഞ്ഞ മേലുണ്ടാവും. സർക്കുലേഷൻ ഈസ് സെറ്റപ്പ് അണ്ടിൽ ദ എൻറ്റർ വാട്ടർ ഇൻ ദ പോണ്ട് റീച്ചസ് ഇറ്റ്സ് മാക്സിമം ഡെൻസിറ്റി. അപ്പോൾ സർക്കുലേഷൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുക നേരെ താഴോട്ട് വന്നില്ലേ. ഈ താഴോട്ട് വന്ന സമയത്ത് എന്ത് ചെയ്യുക അവിടെ ഉണ്ടാകുന്ന 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മേലോട്ട് പോയി. ക്ലിയർ ആണല്ലോ. അങ്ങനെ ഈ സർക്കുലേഷൻ അതിനാണ് ഇത് സർക്കുലേഷൻ പറയുന്നത്. ഓക്കെ. അങ്ങനെ ഈ സർക്കുലേഷൻ വരുന്നത് എപ്പോഴാണ് ഈ 4 ഡിഗ്രി ആവുന്നവരെ 4 ഡിഗ്രി ടെമ്പറേച്ചർ ആവുന്നവരെ അത് സർക്കുലേഷൻ നടക്കും. ക്ലിയർ ആണല്ലോ. വെള്ളത്തിന് 4 ഡിഗ്രി ആവുന്നവരെ ഈ സർക്കുലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. ഈ 4 ഡിഗ്രി വെള്ളം 4 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ വെള്ളത്തിനാണ് അവിടെ എന്ത് ചെയ്യുക മാക്സിമം ഡെൻസിറ്റി ഉള്ളത് അല്ലേ. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക സർക്കുലേഷൻ നടക്കൂല. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ടെമ്പറേച്ചർ ഫാൾസ് അണ്ടർ ദ ടോപ്പ് ലെയർ റിമെയിൻസ് ഓൺ ദ ടോപ്പ് it will freezes because the water in the bottom have the maximum density at 4 degree Celsius. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം അതിന് ശേഷം ബോട്ടത്തിനാണ് എന്ത് ചെയ്യുക മാക്സിമം ഡെൻസിറ്റി കിട്ടിയ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഇപ്പം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ദിസ് ബിഹേവിയർ ഓഫ് വാട്ടർ ഈ ബിഹേവിയർ കാരണം കോൾഡ് പ്ലേസ് വാട്ടർ gets frozen in ponds and lakes at the top surface only and the bottom portion remains as water itself. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പം നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കടലിന്റെ ഇടയിൽ ജീവികളൊക്കെ ഇല്ലേ എപ്പോഴും എന്ത് ചെയ്യുക ഈ താഴെ എന്ത് ചെയ്യുക അത്രത്തോളം എന്ത് ചെയ്യുക തണുപ്പുണ്ടാവില്ല. മുകളിലേക്കാണ് ആദ്യം ഐസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ. ഐസ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ മേലെ മിക്കവാറും ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക -36, -26, -6 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ അടിയിൽ എപ്പോഴും എന്ത് ചെയ്യുക മേലെ എപ്പോഴും ഐസ് ആയിരിക്കും, അടിയിൽ എന്ത് ചെയ്യുക വെള്ളം ആയിരിക്കും. ആ വെള്ളം ആയിക്കൊണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ കടലിലുള്ള ജീവികൾക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം എന്താ അവിടെ എന്ത് ചെയ്യുക ടെമ്പറേച്ചർ അത് കുറവായിരിക്കും. ടെമ്പറേച്ചർ മറ്റേതിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യുക ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അവിടെ എന്ത് വളരെ മുകളിൽ വളരെ ടെമ്പറേച്ചർ കുറവായിരിക്കും, താഴെ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂടുതലായി 4 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ എന്ത് ചെയ്യുക മിക്കവാറും മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ ആണല്ലോ.
അങ്ങനെ ഈ കടലിലുള്ള മീനുകൾക്കും ബാക്കിയുള്ള ജീവികൾക്കും എന്ത് ചെയ്യുക, സുഖമായിട്ട് എന്ത് ചെയ്യുക, വെള്ളത്തിനടിയിൽ കഴിയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് ദിസ് ഹെൽപ്സ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ വാട്ടർ ടു സർവൈവ് ഡ്യൂറിങ് വിന്റർ സീസൺ. ക്ലിയർ ആണല്ലോ? ഈ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ അതെന്താ നമുക്കൊന്ന് പറയാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് വൂൾ സബ്സ്റ്റൻസ്. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. ഒരു ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വസ്തുവിലേക്ക് ഹീറ്റ് കൊടുക്കണം. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. ക്ലിയർ ആണല്ലോ? ആ ഒരു പ്രോസസ്സിന് എന്താ പറയുക, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുക അല്ലേ, ആ സബ്സ്റ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് എത്രത്തോളം ഹീറ്റ് അതിന് ടെമ്പറേച്ചർ കൂട്ടുക, അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ വൂൾ സബ്സ്റ്റൻസ്. നമ്മൾ എത്രത്തോളം ഹീറ്റ് കൊടുക്കണോ അത്രത്തോളം ഇതിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ഒരു പ്രോസസ്സിനാണ് അതിനാണ് എന്താ പറയുക, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എസ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ് എന്താ ഹീറ്റ് കപ്പാസിറ്റി. ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് വൂൾ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. അതിന് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഡെൽറ്റ ക്യൂവിന് പറയുന്നതാണ് എന്ത് ചെയ്യുക, ഹീറ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ എഴുതാൻ പറ്റും. എസ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. അപ്പം ദ റേഷ്യോ ഓഫ്, ഇങ്ങനെയും പറയാം, ദ റേഷ്യോ ഓഫ് എന്താണ്, ഹീറ്റ് ടു ദ ടെമ്പറേച്ചർ. ദ റേഷ്യോ ഓഫ് ഹീറ്റ് ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെ. ദ റേഷ്യോ ഓഫ് ചേഞ്ചിങ് ഹീറ്റ് ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതിന് നമുക്ക് എന്താ പറയാം, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം അല്ലെ. എത്രത്തോളം ടെമ്പറേച്ചർ എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുമ്പോൾ എത്രത്തോളമാണ് അതിന്റെ ഹീറ്റിനെ ചേഞ്ച് ഉണ്ടാവുക, അതാണ് എന്ത് ചെയ്യുക ശരിക്കും പറയുന്നത് അല്ലെ. ഹീറ്റിന് എന്തൊക്കെ മാറ്റം വരും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുക, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പഠിച്ചാൽ മതി. ഇത് പ്രധാനമായിട്ട് ഇതിന്റെ ഫോർമുല ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ചേഞ്ച് ഇൻ ഹീറ്റ് ടു ദ ടൈം, ചേഞ്ച് ഇൻ ഹീറ്റ് ടു ദ ഗിവൺ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഫലമായിട്ട് ഹീറ്റും എന്ത് ചെയ്യുക, കൂടും. അപ്പൊ നമുക്കറിയാലോ, ഏത് വസ്തുവിനും ഇപ്പൊ ചൂടാക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുക, അതായത് കൊടുക്കുന്ന ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ ഹീറ്റും കൂടും, ചൂടും കൂടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ആ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷൻ ഇവിടെ നോട്ടാ, കാര്യം എന്താണെന്ന് പറയാം. ഇപ്പൊ സപ്പോസ് ഒരു യൂണിറ്റ് മാസ് ഉള്ള ബോഡിയാണ്. ഇപ്പം യൂണിറ്റ് മാസ് ഒരു 1 കിലോഗ്രാം ഉള്ള ഒരു ബോഡിയാണ് വെച്ചോ. ഈ 1 കിലോഗ്രാം ഉള്ള ബോഡിയാണ്. അപ്പൊ ഈ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു 100 കെൽവിൻ ആണ് വെച്ചോ. ഈ 100 കെൽവിൻ ഉള്ള ടെമ്പറേച്ചറാണ്. ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാം, ഞാൻ കൂട്ടിയിട്ട് എത്ര ആക്കണം, 101 കെൽവിനാക്കി മാറ്റണം. 101 കെൽവിനാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ കൊടുക്കേണ്ട ഹീറ്റ് ആണെന്ന് പറയാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. എന്താണ് അതിന് ഞാൻ കൊടുക്കേണ്ട ടെമ്പറേച്ചർ ആണ്. അതായത് ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, പറയുന്നതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതായത് 100 കെൽവിൻ ഉള്ള ഒരു ബോഡി വിചാരിക്കാം. എക്സാമ്പിൾ 100 കെൽവിൻ ഉള്ള ഒരു ബോഡിയാണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, 101 കെൽവിനാക്കി മാറ്റണം. അതിന് വേണ്ടി ഞാൻ കൊടുക്കേണ്ട ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ കൂടി വായിക്കാം. It is the amount of heat required to increase the temperature of unit mass of a substance by unit. അപ്പോൾ ഒരു യൂണിറ്റ് മാസ് പറഞ്ഞാൽ ഇപ്പോൾ 1 കിലോഗ്രാം ഉള്ള മാസുള്ള ബോഡിയിലെ ആ ബോഡിയുടെ മാസ് എന്ത് ചെയ്യുക, അതിന് ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ, ആ ടെമ്പറേച്ചർ അതിനുണ്ടായിരുന്ന ടെമ്പറേച്ചറിന് എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ സപ്പോസ് 100 കെൽവിൻ ആണെങ്കിൽ 101 കെൽവിനാക്കി മാറ്റാൻ ഞാൻ കൊടുക്കേണ്ട ടെമ്പറേച്ചർ ആണ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ അതിനാണ് എന്താ പറയുക, നമ്മളിവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്മോളസ് ആണ്. തിരിഞ്ഞു പോകുന്നത് സ്മോളസ്. നേരത്തെ പറഞ്ഞ ഹീറ്റ് കപ്പാസിറ്റി ക്യാപിറ്റൽ എസ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്മോളസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എസ് ബൈ സ്മോൾ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എസ് അല്ലേ. ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, റെഡ് കൊണ്ട് എഴുതാം. ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ ക്യാപിറ്റൽ എസ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ 1/m അങ്ങനെ തന്നെ എഴുതി അല്ലേ.
ഈ എസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അത് നമുക്ക് അതിലേക്ക് കൊടുത്തോക്കാം. ഓക്കെ, അപ്പം എന്താ ചെയ്താൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്മോൾ എസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എസ് ബൈ സ്മോൾ എം, അല്ലെങ്കിൽ എങ്ങനെ 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇതാണ് എന്ത് ചെയ്യുക സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ. അപ്പോൾ 100 കെൽവിൻ എന്നുള്ളതിന്റെ 101 കെൽവിനാക്കി മാറ്റാൻ ഞാൻ കൊടുക്കേണ്ട എത്രയാണ് ടെമ്പറേച്ചർ, അതാണ് ശരിക്കും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു യൂണിറ്റ് മാസിന്റെ ഒരു ഗിവൺ ടെമ്പറേച്ചറിനെ ഒരു കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ 1 ഡിഗ്രി വർദ്ധിപ്പിക്കുക, ഒരു 1 യൂണിറ്റ് വർദ്ധിപ്പിച്ചിട്ട് എത്ര ആയിട്ട് മാറ്റണം? 1 യൂണിറ്റ് വർദ്ധിപ്പിക്കുക. അതിന് നമ്മൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ ആണ് പറയാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മോളർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് പറയാൻ പോകും. ഓക്കെ, ഈ മോളർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പറയുന്ന സമയത്ത് നേരത്തെ യൂണിറ്റ് മാസിൽ എടുത്തിന്, ഇവിടെ നമ്മൾ എടുക്കുന്നത് മോളാണ് എടുക്കുന്നത്. എന്താണ് മോൾ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മോൾ എടുക്കല്ലേ. അപ്പോൾ 1 മോൾ, ഇപ്പോൾ ഓക്കെ, ഇപ്പം നമ്മളിവിടെ 1 മോൾ സബ്സ്റ്റൻസ് എടുത്ത് വെച്ചോ. ഈ 1 മോൾ സബ്സ്റ്റൻസിന്റെ ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് വെച്ചോ. 30 ഡിഗ്രി സെൽഷ്യസ് ആണുള്ള ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ ഞാൻ എന്ത് ചെയ്യണം? 31 ഡിഗ്രി സെൽഷ്യസ് ആയി മാറ്റണം. അതിന് ഞാൻ കൊടുക്കേണ്ട ഹീറ്റില് അതിൽ കൊടുക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണെന്നുള്ളത് പറയാ മോളർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? അപ്പൊ ഒരു നേരത്തെ എടുത്ത് എന്ത് ചെയ്യാം? നേരത്തെ എടുത്തതെന്ന് അറിയാം നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഒരു യൂണിറ്റ് സബ്സ്റ്റൻസിന്റെ അല്ലെ യൂണിറ്റ് മാസിന്റെ ആണ് എടുത്തത്. ഇപ്പൊ ഇവിടെ എന്താ നമ്മൾ 1 മോൾ സബ്സ്റ്റൻസ്, അപ്പൊ ഒരു 1 മോൾ സബ്സ്റ്റൻസ് എടുക്കുന്ന അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാം? 1 ഡിഗ്രി വർദ്ധിപ്പിക്കാൻ ഞാൻ കൊടുക്കേണ്ട ഹീറ്റ് ആണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുക മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. 1 യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യം കൊടുക്കുന്ന ഹീറ്റ് ആണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അങ്ങനെ if a sample has n moles of a substance then smaller specific heat capacity is given. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പറയാം. ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സി എന്നാണ്. എന്താണ് സി എന്ന് പറയാം? ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാൻ പറ്റും സി ഈക്വൽ ടു എസ് ബൈ എ. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ, മ്യൂ പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഒരു ആ സബ്സ്റ്റൻസിലെ ആ 1 മോൾ സബ്സ്റ്റൻസിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് എന്ത് എൻ എന്ന് പറയാം. ഓക്കെ, സോറി എൻ അല്ലെങ്കിൽ ഇവിടെ മ്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ എൻ എന്ന് കൊടുക്കാം. അതാണ് എൻ എന്ന് കൊടുക്കാം, എൻ എന്ന് എടുക്കാം. ഓക്കെ, അപ്പം സ്മോളർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഈക്വൽ ടു എസ് ബൈ എൻ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ 1 എന്നിനെ പുറത്തെടുത്താൽ 1/n എഴുതാൻ പറ്റും. ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിക്ക് നമ്മൾ പഠിച്ചില്ലേ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? ക്ലിയർ ആണോ? സി ഈക്വൽ ടു എസ് ബൈ എൻ ഈക്വൽ ടു 1/n ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.